നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LBS വഴിയുള്ള BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂൺ 15-ാം തീയതിയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, സീറ്റ് റിസർവേഷൻ, ഫീ കൺസെഷൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻസുകൾ എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയും ഫില്ല് ചെയ്യുകയും ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പേജിൽ ഫൈനൽ കൺഫർമേഷൻ എന്ന സ്ഥലത്ത് ഡൺ എന്ന് കാണിക്കുന്നുണ്ട്. അതിന് താഴെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എന്ന സ്ഥലത്ത് ആപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് ഉണ്ടാകും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് റിമാർക്സ് എന്ന് കാണിച്ചുകൊണ്ട് എന്ത് തെറ്റാണ് വന്നിട്ടുള്ളത് അത് അവിടെ കാണിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്ന നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. 26-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഡോക്യുമെൻസുകളും ഒക്കെ നിങ്ങൾക്ക് ജൂൺ 26-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്തതിന് ശേഷവും ചിലർക്ക് ഇതുപോലെ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാകും. ഫൈനൽ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിന് ഉള്ളിലാണ് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതുവരെയും വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്ത് വരാത്തവർക്ക് ജൂൺ 26-ാം തീയതിക്ക് ഉള്ളിൽ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്ത് വരും. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ റിമാർക്സുകൾ ഉള്ളവർക്ക് റിമാർക്സ് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാകും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. ജൂലൈ 2-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അതിനുശേഷം ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 10-ാം തീയതിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.